ആ ഗൺമാൻ ഇനി ഭാവിയിൽ അദ്ദേഹത്തിനെതിരെ ഭാവിയിൽ നടപടിയുണ്ടാവും. അക്കാര്യം ഞങ്ങൾക്ക് തർപ്പിച്ച് പറയാം. അതായാലും അദ്ദേഹം UDF അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പെൻഷൻ വാങ്ങിക്കാതിരിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അന്ന് ഞങ്ങൾ സ്വീകരിച്ചോളാം. നമസ്കാരം. 2023 ഡിസംബർ 15-ാം തീയതി ആലപ്പുഴയിലൂടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് കടന്നു പോകുന്ന സമയത്ത് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടി എത്തി നിൽക്കുകയുണ്ടായി. മുഖ്യമന്ത്രി കടന്നു പോകുന്ന അവസരത്തിൽ അവർ കരിങ്കൊടി കാണിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സൈനികരായിരുന്ന ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി വന്ന് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാന് എന്ത് അധികാരമാണ് കരിങ്കൊടി കാണിക്കുന്ന ആളുകളെ തല്ലിച്ചതയ്ക്കാനുള്ളത് എന്നുള്ളത് നിയമവശമായി തന്നെ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരും സന്ദീപും മുതലായ ആളുകൾ വലിയ മുളവടി ലാത്തി എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോൾ മുള ലാത്തി പോലീസ് ഉപയോഗിക്കുന്നില്ല. ഈ വലിയ മുളവടിയുമായി ഇറങ്ങി വന്ന് ഗുണ്ടകളെ പോലെ KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ്കാരെയും തല്ലി ചതയ്ക്കുന്ന കാഴ്ച നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഇതിന് പിന്നീട് മുഖ്യമന്ത്രി യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകുകയുണ്ടായില്ല. മുഖ്യമന്ത്രി പറയുന്നത്, ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നോക്കാറില്ല, പോലീസ് അവരുടെ പണി ചെയ്തോളും. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് കൂടിയായ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ പറയുന്നത് എന്നോർക്കണം. അതായത് പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടതും അവർ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട ആൾ കൂടിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുന്നു, പോലീസ് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കാറില്ല. ഇങ്ങനെ പറയുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ എന്താണ് നിലവാരം എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ ചോദിക്കുന്നത്. അതെന്ത് തന്നെയായാലും അവിടെ യൂത്ത് കോൺഗ്രസ്കാർ പോലീസിന്റെ തല്ലുകൊണ്ട് അവശരാവുകയായിരുന്നു. ചിലരുടെ തല പൊളിയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചത്. ഇതിനെതിരെ ആലപ്പുഴ ജില്ലാ മേധാവിക്ക് യൂത്ത് കോൺഗ്രസ്കാർ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഈ പോലീസുകാർക്കെതിരെ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ നടപടിയെടുക്കുവാൻ പോലീസിന് മുട്ടിടിക്കും എന്നുള്ള കാഴ്ചയാണ് നമ്മൾ അതിലൂടെ കണ്ടത്. പിന്നീട് ഈ വിഷയം കോടതിയിലെത്തി. കോടതിയുടെ അഭിപ്രായ പ്രകാരമാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 1.5 മാസക്കാലമായിട്ടും ഇതിൽ യാതൊരു തരത്തിലുള്ള നടപടിയുമായി പോലീസിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ആലപ്പുഴ പോലീസ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചെന്നാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന് എതിരെയുള്ള ഈ നോട്ടീസ് കൊടുത്തത്. അതായത് ആലപ്പുഴയിൽ നിന്ന് പോലീസ് തിരുവനന്തപുരത്തെത്തി നോട്ടീസ് കൊടുത്തിട്ടും ഇന്ന് ആലപ്പുഴയിൽ ചോദ്യം ചെയ്യുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ കല്ലിയൂരും സന്ദീപും എത്തേണ്ടതാണ്. പക്ഷേ ഇന്നലെ അവർ അറിയിച്ചിരിക്കുന്നു, ഒരു കാരണവശാലും ഇന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി എത്താൻ സാധിക്കില്ല, ജോലിയുണ്ട് എന്നുള്ളതാണ്. ജോലി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിയമസഭ നടക്കുകയാണ്. ക്ലിഫ് ഹൗസിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുന്ന മുഖ്യമന്ത്രിക്ക് എന്ത് പ്രത്യേക സുരക്ഷയാണ് കൊടുക്കേണ്ടത്, അവിടെ ഗൺമാന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. എന്നാൽ അവരങ്ങനെയാണ് ആലപ്പുഴ പോലീസിൽ അറിയിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉള്ളതിനാൽ എത്താൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ ഒരു തരത്തിലും പോലീസ് നടപടിയെടുക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മേധാവികളും പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഒരു കാരണവശാലും ഇത്തരത്തിൽ ചെയ്തത് നീതീകരിക്കത്തക്കതില്ല, അതിന് അവർക്ക് യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല എന്ന് തന്നെ MP K മുരളീധരനും പറയുകയുണ്ടായി. മാധ്യമപ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മുരളീധരൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. എല്ലാ കാലത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് ഗൺമാൻ വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് K മുരളീധരൻ ആഞ്ഞടിച്ചത്. ഭരണം മാറും, ഈ ഭരണം മാറി UDF ഭരണത്തിൽ വരും. UDF ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു കാരണവശാലും ഈ ഗൺമാൻ പെൻഷൻ വാങ്ങി വിരമിക്കും എന്നാരും വിചാരിക്കേണ്ട എന്ന് തന്നെ കടുത്ത ഭാഷയിൽ തന്നെയാണ് K മുരളീധരൻ ആഞ്ഞടിച്ചത്. ഞങ്ങളുടെ കുട്ടികളെ തല്ലിച്ചതച്ചവർക്ക് എതിരെ എന്ത് നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം, അത് നിയമപരമായി തന്നെ ഞങ്ങൾ പോകും. എന്നാൽ ഈ ഭരണം മാറി UDF ഭരണത്തിൽ തീർച്ചയായും വരും. അന്ന് ഈ ഗൺമാനൊക്കെ കൃത്യമായി ഇതിന് ഞങ്ങൾ മറുപടി കൊടുത്തിരിക്കും. പെൻഷൻ വാങ്ങി പിരിഞ്ഞു പോകാം എന്ന് വിചാരിക്കേണ്ട, അത് നടപടിയുള്ള കാര്യമല്ല. UDF ഇത് മനസ്സിൽ കുറിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് K മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഭരണകാലത്ത് ഇവർക്ക് എന്ത് തോന്നിവാസം ചെയ്യുക എന്നുള്ള ഒരു ധാർഷ്ട്യമാണുള്ളത്. മുഖ്യമന്ത്രിയുടെ അതേ ധാർഷ്ട്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പോലീസുകാരും പിന്തുടരുന്നത് എന്ന് തന്നെയാണ് K മുരളീധരൻ പറയാതെ പറഞ്ഞു വെച്ചത്. K മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് പ്രതികരിച്ചത് നമുക്കൊന്ന് കേൾക്കാം. സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു. അതായത് 7 MP-മാരും ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 6 MLA-മാരുമുള്ള ഒരു
വേദിയിലേക്കാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ പോലീസ് ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിച്ചതും വെള്ളം ചീറ്റിയതും. അപ്പോൾ ഇതിൽ യാതൊരു മുന്നറിയിപ്പും ഉണ്ടായില്ല. ഒന്ന്, അത്ര വലിയ പ്രകോപനം ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെയൊക്കെ എത്ര ഇരട്ടി പ്രകോപനം അതേ സമയത്ത് സെക്രട്ടേറിയറ്റിലെ യുവമോർച്ച പ്രകടനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മനഃപൂർവ്വം ഈ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും വെള്ളം ചീറ്റുകയും ചെയ്തു. ഡി ജി പിയോട് ശ്രീ ശശി തരൂരും മറ്റും ഡി ജി പിയെ കണ്ടപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള ഭാവമാണ് നടിച്ചത്. അത് മാത്രമല്ല, സാധാരണ രീതിയിൽ ഇത്രയും ജനപ്രതിനിധികളുള്ള, ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളുള്ള ഒരു മാർച്ച് ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കമ്മീഷണറോ അസിസ്റ്റൻറ്റ് കമ്മീഷണറോ അവിടെ ആവശ്യമായിരുന്നു. ഇവരാരുമില്ല. ഏതാണ്ട് SI വരെയുള്ള പോലീസുകാരെ മാത്രമേ ഞങ്ങളവിടെ കണ്ടിട്ടുള്ളൂ. സാധാരണ രീതിയിലുണ്ടാകുന്ന രീതിയിലുള്ളൊരു പ്രകോപനം പോലും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അന്ന് കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ദിരാഭവനിൽ ചേർന്ന് പ്രകോപനം ഒഴിവാക്കിക്കൊണ്ട് വേണം, കാരണം ലീഡേഴ്സ് നയിക്കുന്ന മാർച്ചാണ്, അതുകൊണ്ട് പ്രകോപനം ഉണ്ടാക്കരുത്. മാത്രമല്ല, അന്ന് മുഖ്യമന്ത്രിയുടെ സദസ്സിൻ്റെ സമാപനമായിരുന്നു തിരുവനന്തപുരത്ത്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ മനഃപൂർവ്വം കോൺഗ്രസ് പ്രകോപനം സൃഷ്ടിച്ചു എന്നൊരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് ആത്മസംയമനം പാലിക്കണം എന്ന് പറഞ്ഞു. പരമാവധി പ്രവർത്തകർ ആത്മസംയമനം പാലിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു പ്രകോപനം കൂടാതെ തന്നെ പോലീസ് നടപടി ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു MP എന്നുള്ള നിലയിൽ ആ മാർച്ചിൽ പങ്കെടുക്കുകയും ടിയർ ഗ്യാസ് പ്രയോഗിച്ച് ഈ വെള്ളം ചീറ്റിയപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ബോധം കെട്ട് അന്ന് വീഴുകയുണ്ടായി. എനിക്കും വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ അതൊക്കെ കാണിച്ച് സ്പീക്കർക്ക് കത്തുള്ളൂ. ഇതിന് വിശദീകരണം DGP ആണ് നൽകേണ്ടത്. കാരണം ഗവൺമെൻറ് ആണ് പറഞ്ഞതെങ്കിൽ അത് DGP പറയണമല്ലോ. അതുകൊണ്ട് DGPയെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പാകെ വിളിച്ചു വരുത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് സ്പീക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയും 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നോക്കാം. അല്ല, അത് പ്രതിപക്ഷ നേതാവാണ് അക്കാര്യം UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഒരു MP എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനൊക്കെയുള്ള ഞങ്ങളുടെ അവകാശത്തിന് ഒരു മാന്യതയും കൂടാതെയാണ് ഞങ്ങളുടെ നേരെ ഈ പ്രയോഗം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങൾ അക്കാര്യം സൂചിപ്പിച്ചത്. അതിൻ്റെ നടപടികൾ പരിശോധിക്കുക. എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട്, എന്താണ് സ്പീക്കറുടെ തീരുമാനം എന്നറിയട്ടെ. എത്ര ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കാം? 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അതിലിപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, പോലീസ് അന്വേഷണത്തിൽ ഞങ്ങൾക്കൊട്ടും വിശ്വാസമില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള നടപടികളാണ്, അതിൻ്റെ ആദ്യ ഭാഗമാണത്. തുടർ നടപടികൾ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. പോലീസിൻ്റെ ഭാഗത്ത് ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ ഗവൺമെൻറ് ഇനി ഭാവിയിൽ അദ്ദേഹത്തിനെതിരെ ഭാവിയിൽ നടപടിയുണ്ടാവും. അക്കാര്യം ഞങ്ങൾക്ക് തർപ്പിച്ച് പറയാം. അതായാലും അദ്ദേഹം UDF അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പെൻഷൻ വാങ്ങിക്കാതിരിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അന്ന് ഞങ്ങൾ സ്വീകരിച്ചോളാം.